ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇറ്റ്സ് മീ മല്ലു ബിഗ് ബോസ്. എന്തായാലും ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും ബിഗ് ബോസ് അപ്ഡേറ്റുകളും ഒക്കെ അറിയുന്നതിനും മറക്കേണ്ട ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേക്കുക. സീസൺ 7 നമ്മളോടൊപ്പം അടിച്ചു പൊളിക്കാം ഏറ്റവും പുതിയ വിശകലനങ്ങളും വാർത്തകളും ഒക്കെ ആയിട്ട്. ഇപ്പോൾ കാര്യത്തിലേക്ക് തന്നെ കടക്കാം. ബിഗ് ബോസ് ചരിത്രത്തിൽ തന്നെ ഇപ്പോഴും നമുക്ക് മറക്കാനാകാത്ത ഒരുപാട് താരങ്ങളുണ്ട്. അവരിൽ ഏറ്റവും മുൻപന്തിയിൽ നിൽക്കുന്ന സീസണും ഏതെന്ന് ചോദിച്ചാൽ നിഷ്പക്ഷം പറയാം, അത് ഒരു വൺ സൈഡഡ് സീസൺ ആണെങ്കിൽ ഞാൻ മാരാരുടെ സീസൺ പറയും. അല്ല എങ്കിൽ തീർച്ചയായിട്ടും സീസൺ 4 ചരിത്രത്തിൽ ഇതുവരെയും ഒരു സീസണും റീപ്ലേസ് ചെയ്യാൻ പറ്റാത്ത, അത് താരങ്ങളുടെ വൈവിധ്യം കൊണ്ട്, പ്രശ്നങ്ങൾ കൊണ്ട്, മറ്റ് സ്ക്രീൻ പ്രസൻസ് കൊണ്ട് സ്റ്റിൽ പ്രേക്ഷകരുടെ ഹൃദയം കീഴടക്കിയ ഒരു സീസണാണ് സീസൺ 4. നമ്മുടെ റോബിന്റെയും ജാസ്മിന്റെയും ഒക്കെ ബ്ലെസ്ലിയുടെയും ഒക്കെ സീസൺ. അപ്പോൾ എന്തായാലും ആ സീസണിൽ നമ്മൾ ഈ കണ്ട പോലെ തന്നെ അതിന്റെ ജനപ്രീതി വെച്ചുകൊണ്ടാണ് അടുത്ത സീസൺ വന്നപ്പോൾ, അതായത് സീസൺ 5 വന്നപ്പോൾ അതിനകത്തുള്ള താരങ്ങളെ തന്നെ വീണ്ടും ഒരു റീ എൻട്രി ഒക്കെ കൊണ്ടുവന്ന് പല ടാസ്കുകളൊക്കെ കളിപ്പിച്ചു. പക്ഷെ അവസാനത്തെ സീസണിൽ നമ്മൾ അത്രത്തോളം ഹൈപ്പ് കണ്ടില്ല എന്നുള്ളത് വാസ്തവമാണ്. എന്നാൽ ഇത്തവണ ബിഗ് ബോസ് സീസൺ 7 വരുമ്പോൾ ഇതിനു മുമ്പുള്ള ചർച്ചകളും വാർത്തകളും ഒക്കെ ചൂട് പിടിച്ചത് ഒരു അൾട്ടിമേറ്റ് സീസൺ, പ്രധാനപ്പെട്ട താരങ്ങളെല്ലാം വരുന്നു, അവരെ വെച്ച് ഒരു സീസൺ വരുന്നു എന്ന രീതിയിലായിരുന്നു. പക്ഷെ അതൊക്കെ മാറി നമ്മൾ അപ്ഡേറ്റ് വെയിറ്റ് ചെയ്ത് ഇപ്പോൾ ഈ ഒരു ഓണം ആകുമ്പോൾ, ഓഗസ്റ്റ് 3 ഗ്രാൻഡ് ലോഞ്ച് എത്തുമ്പോൾ ഈ ഒരു സീസൺ എന്തുകൊണ്ടും ആ ഒരു സമയത്തിന്റെ കാര്യം കൊണ്ടും വ്യത്യസ്തമായിരിക്കും. പക്ഷേ നമ്മൾ പ്രതീക്ഷിക്കാത്തതുപോലെ ഇത്തരത്തിൽ കഴിഞ്ഞ സീസണുകളിലെ പ്രധാനപ്പെട്ട താരങ്ങളെയും വിന്നേഴ്സിനെയും മെയിൻ എൻട്രി എന്ന് പറയുന്നത് ഗസ്റ്റ് അപ്പിയറൻസിൽ ഈ ഒരു ബിഗ് ബോസ് സീസൺ 7 പല വേളകളായിട്ട് കൊണ്ടുവരുവാനുള്ള സാധ്യത വളരെ വളരെ കൂടുതലാണ്. അങ്ങനെ നോക്കുമ്പോൾ റോബിനും മാരാറും ഒക്കെ ഒരു റീ എൻട്രി പോലെ, അല്ലെങ്കിൽ പല ടാസ്കുകളുടെ ഭാഗമായിട്ട്, പ്രൊമോഷനുകളുടെ ഭാഗമായിട്ട്, ബിഗ് ബോസ് വീട്ടിനകത്തെ മറ്റു കാര്യങ്ങളുടെ ഭാഗമായിട്ട് വീണ്ടും നമ്മുടെ പ്രേക്ഷകരുടെ മനസ്സിലേക്ക്, ആ ഒരു വീട്ടിനുള്ളിലേക്ക് കയറുവാനുള്ള സാധ്യതയുമുണ്ട്. കാരണം എപ്പോഴും ബിഗ് ബോസ് പോലൊരു ഷോയ്ക്ക് റേറ്റിംഗ് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതുപോലെ തന്നെ വാർത്തകളിൽ പ്രാധാന്യം നിൽക്കുന്നവരെ കണ്ടസ്റ്റന്റായിട്ട് കൊണ്ടുവരികയും പിന്നീട് ജനപ്രതിനിധി കിട്ടിയ ആൾക്കാരെ വീണ്ടും ബിഗ് ബോസ് ഫീൽഡിലേക്ക് പല കാര്യങ്ങൾ വഴി കൊണ്ടുവരികയും ചെയ്യുന്നതോടുകൂടി സോഷ്യൽ മീഡിയ അടക്കി ഭരിക്കാനുള്ള കണ്ടന്റ് ബിഗ് ബോസ് തന്നെ കൊടുക്കുന്ന ഒരു പതിവ് നമ്മൾ കണ്ടിട്ടുണ്ട്. ഇത്തവണയും അത് വ്യത്യസ്തമായില്ല. അപ്പോൾ നമ്മൾ ഏറ്റവും കൂടുതൽ പ്രതീക്ഷിക്കുന്നത് റോബിനെ പോലുള്ളവരുടെ ഒരു എൻട്രി തന്നെയാണ്. മത്സരാർത്ഥിയായിട്ട് നമ്മൾ അദ്ദേഹത്തെ കണ്ടതാണ്, അറിഞ്ഞതാണ്. പക്ഷേ ഇപ്പോഴത്തെ വീണ്ടും ഒരു ഗസ്റ്റ് റോളിലേക്ക് വരുമോ, അതെങ്ങനെയായിരിക്കും, കാത്തിരുന്ന് തന്നെ കാണാം. ഏറ്റവും പുതിയ വാർത്തകൾക്ക് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക.